ആദ്യത്തെ ആൾ ശ്രീവിദ്യ. മോൻ്റെ പേര് മുകുന്ദ് എന്നല്ലേ പറഞ്ഞു? അപ്പൊ ശ്രീവിദ്യ, മുകുന്ദ്. യെസ് നോ മാത്രം പറയണേ. അപ്പൊ തുടങ്ങാം. ഇക്കുറി നിങ്ങളുടെ വലിയ കയ്യടി വേണ്ടി വരും, കാരണം ഇത് യാഗമാണ്, വെറും യാഗമല്ല. അനന്തവിശാലമായ നീലാകാശത്തിരി 15-ാമത്തെ വയസ്സിൽ റേഡിയോയിൽ പറഞ്ഞിരുന്ന പരിപാടി നിർത്താതെ സംസാരിക്കലാണ്. ഇപ്പം പറ്റില്ല, അന്നത്തെ പ്രായത്തിൽ പറ്റിയിരുന്നതാണ്. അതിങ്ങനെയാണ് ഏറെക്കുറെ. ഈ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ വാക്കുകളൊന്നും ആവർത്തിക്കാതെ വേഗത്തിൽ പറയണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ അനന്തവിശാലമായ നീലാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറരയിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യം മറുകുപോലെ വിലസുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ അന്തർദേശീയ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈണം എന്ന കലാവിരുന്നിന്റെ ആദ്യ റൗണ്ടായി അശ്വമേധം അവതരിപ്പിച്ച് വിടപറയുന്നതിന് മുൻപ് രണ്ടുപേരോട് ഒരുമിച്ച് മത്സരിക്കുവാൻ കഴിയുന്ന ഈ മുഹൂർത്തത്തിൽ ജീവിതത്തിന്റെ വൈയക്തികാനുഭവങ്ങളുടെ ആഴക്കയങ്ങളിൽ ആണ്ടുമുങ്ങി കക്കുടന്നയിൽ മുത്തുകൾ വാരി സുജേതസ്സുകളാക്കി മാറ്റി നിങ്ങളുടെ കൈകൾ പകരുന്ന സംഗീതം പ്രതീക്ഷിച്ചുകൊണ്ട് യാഗം, യാഗം, സ്നേഹയാഗം. ശ്രീവിദ്യ ഇന്ത്യൻ? അതെ. നോ. പുരുഷൻ? അതെ. യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. 1950 ശേഷം മരണം? സോറി, 1950 ശേഷം മരണം? അതെ. അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അറിയില്ല. 50 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടോ സർ? നോ, ഇല്ല. മലയാളി? അതെ. യൂറോപ്യൻ? ഉറപ്പില്ല. യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. USSR, പഴയ USSR അല്ലെങ്കിൽ റഷ്യ, USSRന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ? നോ. മന്ത്രിയായിട്ടുണ്ടോ? വസിയ മിനിസ്റ്റർ? ഇല്ല. മോനോടുള്ള ചോദ്യം. അദ്ദേഹം മോൻ വിചാരിച്ചാൽ ഇപ്പോൾ നിലവിൽ ഒരു എന്താ പറയുക, മൾട്ടി മില്യനെയർ ആണോ? യെസ്. 10ാമത്തെ ചോദ്യം. MLA ആയിട്ടുണ്ടോ? അതെ. ഉണ്ട്. ഹംഗറി, ബെൽജിയം, സ്വീഡൻ, സ്പെയിൻ, നെതർലാൻഡ്സ്, ഇതിലൊന്നാണോ രാജ്യം? നോ. 10 ചോദ്യങ്ങൾ. യജ്ഞം, യജ്ഞം, യജ്ഞം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? നോ. തിരുവനന്തപുരം, കൊല്ലം? അല്ല. അല്ല. മോനോടുള്ള ചോദ്യം. ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷണൽ എന്നിവയിലൊന്നാണോ പ്രധാന പ്രശസ്തി? പ്രൊഫഷണൽ. ആണ് സർ. ഒരു ഡോക്ടർ, എഞ്ചിനീയർ? അല്ല. അത് ആ മേഖല അത് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ശരി. 13ാമത്തെ ചോദ്യം. തിരുവനന്തപുരം, കൊല്ലം അല്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. ഓക്കെ. പത്തനംതിട്ട? അല്ല. അല്ല. പെട്ടെന്ന് KK നായരൊക്കെ മനസ്സിൽ കയറി വന്നു. മോനോടുള്ള ചോദ്യം. സ്പേസ് ആണോ, ബഹിരാകാശ മേഖലയാണോ പ്രധാനം? നോ. അല്ല. 14ാമത്തെ ചോദ്യം ശ്രീവിദ്യയോട്. പക്ഷേ മോർ ദാൻ എനിത്തിങ്, മോർ ദാൻ എൻ MLA, MLAയേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ? അതെ. ഉണ്ട്. മോനോടുള്ള ചോദ്യം. മോൻ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി ബന്ധുത്വം വഴിയാണോ? അറിഞ്ഞൂടാ. ആണോ? നോ. ശ്രീവിദ്യ വിചാരിച്ച ആളിലേക്ക് എൻ്റെ മനസ്സൊരു ചെറിയൊരു തോന്നൽ തോന്നി. അതൊന്ന് കൺഫേം ചെയ്യാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിന്റെ ആദ്യത്തെ MLA ആയിരുന്നു താങ്കൾ വിചാരിച്ചയാൾ? അതെ. മോനോടുള്ള ചോദ്യം ചോദിക്കട്ടെ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് 2000-ഓളം ആണ്ടുകൾക്ക് മുൻപ് അരുളി ചെയ്ത മഹാനായ ദൈവപുത്രന്റെ പേരിനെ മോൻ വിചാരിച്ച ആളിന്റെ പേര് റിമൈൻഡ് ചെയ്യുന്നുണ്ടോ, അനുസ്മരിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ ജൂറി? ഉണ്ട്. താങ്ക് യു. മോൻ വിചാരിച്ച പേരിന്റെ ആദ്യത്തെ 5 അക്ഷരങ്ങളാണ്
2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ മഹാനായ ദൈവപുത്രൻ്റെ പേര് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ക്ലിയർ ആയോ? രണ്ടുത്തരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നെൻ്റെ വിശ്വാസം ശരിയാണെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും അവനോട് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ബിസിനസ്, ഉദ്യോഗം, പ്രൊഫഷണൽ, ബന്ധുത്വം വഴിയുള്ള പ്രശസ്തി എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഓടി കടന്നു വരേണ്ട മേഖലയായ കായിക രംഗം ബോധപൂർവം ചോദിക്കാതെ ഞാൻ ഒഴിവാക്കിയത് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ യൂറോപ്യൻ്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാകും എന്ന പ്രതീക്ഷ കൊണ്ടാണോ മോനെ? Yes. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ഇതിഹാസ ഫുട്ബോൾ താരം. നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും സൗദി ക്ലബ്ബായ അൽ നാസറിനു വേണ്ടിയും കളിക്കുന്ന റൊണാൾഡോ ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ്. സ്പോർട്ടിംഗ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവൻസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിരുന്നു. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഫുട്ബോളേഴ്സിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള താരമാണ്. 2016 മുതൽ 2019 വരെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോബ്സ് മാഗസിൻ എൻലിസ്റ്റ് ചെയ്ത ലോകത്തെ സ്വാധീനിക്കുന്ന 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന കായിക താരങ്ങളിൽ ഒരാളാണ്. സ്വന്തം കരിയറിൽ $1 ബില്യൺ സമ്പാദിക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരനും 3ാമത്തെ കായിക താരവുമാണ് റൊണാൾഡോ. ആൻഡ് ശ്രീവിദ്യ, യു ഡിസർവ് എ ബിഗ് ഹാൻഡ്. ശ്രീവിദ്യ വിചാരിച്ചത് ആണ് വിചാരം. അത് ശ്രീവിദ്യ വിചാരിച്ചതിനെ കുറിച്ച് ഈ തിരുവള്ളുവര് കർക്ക കസടറ കർപ്പവൈ കട്രബിൻ നിർക്ക അതർഗ തക എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്താണോ, എവിടെയാണോ, അല്ലെങ്കിൽ അറിഞ്ഞത് എന്താണോ അത് അറിയുക, അതിൽ കൂടുതൽ അറിയുക എന്നൊക്കെ പറയും. ബി യുവർ സെൽഫ് ആൻഡ് എവറിത്തിങ് എൽസ് വിൽ ഫോളോ എന്ന് ഇംഗ്ലീഷിൽ. നീ നിന്നെ അറിയുക എന്ന് പറയുമ്പോൾ, നിന്നെ അറിയുക എന്നൊക്കെ പറയുന്നത് പ്രയാസമാണെങ്കിലും നമ്മൾ എവിടെയാണ് എന്നറിയണം. നമ്മൾ എവിടെയാണ് എന്നറിയുമ്പോൾ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പോരാ, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാലും പോരാ, അത് പാളയത്താണെന്ന് പറഞ്ഞാലും പോരാ, നിയമസഭയിലാണെന്ന് പറഞ്ഞാലും പോരാ, നിയമസഭയ്ക്കകത്ത് പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണെന്ന് പറഞ്ഞാലും പോരാ, ശ്രീ ഹരീന്ദ്രൻ MLA-യുടെയും സ്പീക്കറുടെയും TVRൻ്റെയും ഒക്കെ മുമ്പ്, TV രേഷൻ്റെ ഇവരുടെയൊക്കെ മുമ്പിലാണെന്ന് പറഞ്ഞാലും പോരാ, മറിച്ച് ഇവരെല്ലാം ഇരിപ്പുള്ള ഞാനും നിങ്ങളും എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാൻ കഴിയൂ. ആ ഉത്തരം ആദ്യമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ 5 പേരുടെ കൂട്ടത്തിൽപ്പെട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്പീക്കറായി മാറി. നമ്മൾ ഈ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശങ്കരനാരായണൻ തമ്പി ഹാളാണെന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ശങ്കരനാരായണൻ തമ്പി, ശ്രീ ആർ ശങ്കരനാരായണൻ തമ്പിയാണോ മനസ്സിൽ? അതെ. താങ്ക് യു. ആർ ശങ്കരനാരായണൻ തമ്പി, അഭിഭാഷകൻ, സ്വാതന്ത്ര്യ സമരസേനാനി, കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ. 1-ാം കേരള നിയമസഭയിൽ CPI-യുടെ പ്രതിനിധിയായി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യുവജന സംഘടനയായ ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗിലൂടെ 1938 രാഷ്ട്രീയ പ്രവേശനം. നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ച ഇദ്ദേഹം 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 1972 കേരള സംസ്ഥാന സർവീസ് റൂൾസ് റിവിഷൻ കമ്മിറ്റിയുടെ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചു. 1944 മുതൽ 1947 വരെ ശ്രീമൂലം അസംബ്ലിയിലും 1954 തിരുക്കൊച്ചി നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും നേരം ഈ വൈജ്ഞാനിക യാത്രയിൽ ഒപ്പമുണ്ടായതിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു.